ചെയ്യുകയാണെങ്കിൽ ആ സെല്ലിങ് മിറ്റിഗേഷൻ വരുമ്പോൾ മാത്രമേ സെല് ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകൂടെ പറയാമോ? നമ്മളൊരു സെല്ലിങ് കണ്ടു ഇവിടെ കണ്ട, ഈ സെല്ലിങ് ക്യാൻഡിൽ കണ്ടല്ലോ, ഇത് മനസ്സിലായില്ല? മനസ്സിലായി. ഓക്കെ, ഇവിടെ സെല്ലിങ് ഹ്യൂജ് വോളിയത്തിൽ സെല്ലിങ് നടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? പ്രൈസ് നേരെ മുകളിലോട്ട് പോകും. റൈറ്റ്, ഈ ക്യാൻഡിലിന് മുകളിലോട്ട് പോകും. അപ്പോൾ ഈ ക്യാൻഡിലിന്റെ മുകളിലോട്ട് പ്രൈസ് കയറി വരുമ്പോൾ എന്ത് സംഭവിക്കണം? വോളിയം ഇതുപോലെ ഈ നടന്നിരിക്കുന്ന സെല്ലിങ്ങിനെക്കാട്ടിലും കൂടുതൽ വോളിയം ബൈങ് കയറി വരണം. മനസ്സിലായോ? സെല്ലിങ് എത്ര നടന്നു അതിന് മുകളിൽ ബൈങ് കയറി വരണം. കിട്ടിയോ? അത്ര മനസ്സിലായോ? സിമ്പിളാ. സെല്ലിങ് നടന്നു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് ആ നടന്നിരിക്കുന്ന വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ വോളിയം ബൈങ്ങിലേക്ക് കയറി വരണം. മീൻസ് പ്രൈസ് മുകളിലേക്ക് പോകണം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് അതിന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്ത് ലിക്വിഡേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? ഈ ക്യാൻഡിൽ ഈ ഗ്രീൻ അതെ, ഈ റെഡിന് മുകളിൽ ടാപ്പ് ചെയ്തില്ലേ പ്രൈസ്, ഇത് ഗ്രീൻ കണ്ടോ? ടാപ്പ് ചെയ്തില്ലേ? ഓക്കെ. പിന്നെ നമ്മൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ സബ്സീക്വന്റ് സെല്ലിങ് വീണ്ടും കാണിക്കണം മാർക്കറ്റ്. വീണ്ടും സെല്ലിങ് ഇൻക്രീസ് വോളിയത്തിൽ സെല്ലിങ് കാണിക്കുകയാണെന്ന് വിചാരിച്ചത്. ഇതുണ്ട്, ഇതിപ്പോൾ ഇവിടെയാണ് നടന്നിരിക്കുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വോളിയം ക്യാൻഡിലുണ്ട് ഇത്. അപ്പൊ ഈ പർട്ടിക്കുലർ വോളിയം ക്യാൻഡിലിന് സെല്ലിങ് ബൈങ് നടന്നതിന് ശേഷം വീണ്ടും സെല്ലിങ് കാണിക്കുന്നു. സെല്ലിങ് കാണിക്കുമ്പം രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ടൈം ഈസ് അപ്പ്. നൗ പ്രൈസ് ഇതിന് ഈ പർട്ടിക്കുലർ ക്യാൻഡിലിൻ്റെ താഴെ പോയിട്ട് വീണ്ടും എപ്പോഴാണോ കയറി വരുന്നത് അന്നേരം ഈ ക്യാൻഡിലിൻ്റെ ബോഡി പോർഷനിൽ പ്രൈസ് മാർക്ക് ചെയ്യാം. എത്തുമ്പോൾ ഷോർട്ട് ഫ്രം ഇയർ. മനസ്സിലായി? ഈ കേസിൽ നമുക്ക് എൻട്രി മിസ്സായി. സോ സെല്ലിങ്, ബൈങ്, സെല്ലിങ്, മിറ്റിഗേഷൻ. സെല്ലിങ് വോളിയം നോക്കണം. വോളിയമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മൂവ്മെൻ്റ് അല്ല. പ്രൈസിൻ്റെ മൂവ്മെൻ്റ് അല്ല. ജസ്റ്റ് ഞാൻ പ്രൈസ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സെല്ലിങ്, ബൈങ് വിത്ത് ഇൻക്രീസ് വോളിയം, ഈ പോക്ക് അതിന് എന്ത് ചെയ്യണം? വീണ്ടും സെല്ലിങ് കാണിക്കണം, ഇൻക്രീസ് വോളിയം. ആയിട്ട് സെല്ലിങ് ആണെങ്കിൽ ഈ പർട്ടിക്കുലർ സെല്ലിങ് ക്യാൻഡിലിൻ്റെ അടുത്തേക്ക് പ്രൈസ് മുകളിലേക്ക് വരുമ്പോൾ mitigation on the body portion sell. Then you target here. You get. മനസ്സിലായോ? മനസ്സിലായോ? ശരിക്കും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല. കീ ലെവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണോ സാറേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ? കീ ലെവൽ ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എവിടെയായിരിക്കും കീ ലെവൽ എന്നുള്ളത്. ഓക്കെ, അത് വിട്. ഈ പറഞ്ഞേക്കുന്ന ലോജിക്ക് പിടി മനസ്സിലാക്കാം ആദ്യം. ഓക്കെ, നൗ ഞാൻ പറഞ്ഞ എന്താണ് ഒന്നുകൂടെ പറയാം. മാർക്കറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മുകളിലോട്ട് ആണല്ലോ. പെട്ടെന്ന് സെല്ലിങ് ആണെന്ന്, റൈറ്റ്? ഈ വോളിയം കണ്ടു, ഇൻക്രീസ് വോളിയം. ഇനി എന്ത് സംഭവിക്കണം? ഈ സെല്ലിങ് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് പ്രൈസ് മുകളിലേക്ക് കയറി വരണം. കവർ ചെയ്ത് ഈ സെല്ലിങ് ക്യാൻഡിൽ ലിക്വിഡേറ്റ് ചെയ്ത്
5 മിനിറ്റിൻ്റെ ലിക്വിഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വീണ്ടും സെല്ലിങ് ആണ്. മീൻസ് ഇവിടെ ആദ്യത്തെ ഈ സെൽ ഓഫ് എന്താണോ നടന്നത് അതിൻ്റെ ഒപ്പത്തിനൊപ്പമെങ്കിലും ഒരു വോളിയത്തിൽ സെല്ലിങ് ഇങ്ങോട്ട് കാണുവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഈ വന്നിരിക്കുന്ന സെൽ ഓഫ് ക്യാൻഡിലിൻ്റെ ബോഡി പോർഷൻ ഏകദേശം ഇവിടെയായിട്ട് വരുമല്ലോ, ഇവിടെ എവിടെയെങ്കിലും വരും. അങ്ങനെ പ്രൈസ് മിറ്റിഗേഷന് വേണ്ടി കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഷോർട്ട് ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് താഴെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വോളിയം ഇങ്ങനെ വരും. വോളിയം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴോട്ട് വന്നപ്പോൾ ഇത്രയും വോളിയം കിട്ടി. ഓക്കെ, നെക്സ്റ്റ് ഇത് സെല്ലിംഗ് ആണ്. അപ്പോൾ അടുത്ത മുകളിലോട്ട് പോയപ്പോൾ ഇത് ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് പോയപ്പോൾ ഇത്രയും വോളിയം പറഞ്ഞു. ഓക്കെ അല്ലേ? മൂന്നാമത്തെ പ്രാവശ്യം ഈ മൂവ്മെന്റ് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ വന്നിരിക്കുന്ന അത്രയും തന്നെ സെല്ലിങ് വരണം. ഇപ്പൊ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് സെല്ല് ചെയ്യുന്നു, കവർ ചെയ്യിപ്പിക്കുന്നു, സെല്ല് ചെയ്യുന്നു, വീണ്ടും കവർ ചെയ്യിപ്പിക്കും. രണ്ടാമത്തെ ചാൻസിൽ വോളിയം ഇവിടെ ബോഡി ഇവിടെയാണെന്ന് വിചാരിച്ചു. ഈ ക്യാൻഡിലിന്റെ ബോഡി എങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കൊടുക്കും ഷോർട്ട്. കൂടി കിട്ടിയ ക്ലിയർ. ഇവിടെ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് എന്താണ്? രണ്ട് സെല്ലിങ്, ഹ്യൂജ് സെല്ലിങ് നല്ല രീതിയിൽ പമ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അത് കവർ ചെയ്യിപ്പിക്കുമ്പോൾ ഷോർട്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് നോക്കാം. ഇതൊരു കീ ലെവൽ ഇറങ്ങും. ഞാൻ കയറി ഷോർട്ട് അടിച്ച് വരികയാണ് കാണിച്ചത്. ഓക്കെ, ഇതൊരു കീ ലെവൽ ഇറങ്ങും. അപ്പോൾ നമ്മൾ നോക്കുമ്പം എന്താണ് നോക്കിയിരിക്കുന്നത്? ഇവിടെ സെല്ലിങ് വന്നു ഉണ്ടോ? പക്ഷെ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ വോളിയം കവർ ചെയ്തിട്ട് ഡബിൾ വോളിയത്തിൽ പ്രൈസ് മോളിൽ കയറി ടാപ്പ് ചെയ്തു കണ്ടോ? ഈ സെല്ലിങ് വന്നേക്കുന്ന ക്യാൻഡിലിന്റെ മുകളിലല്ലേ ഈ ലൈനിൽ കിടക്കുന്നത്? 5 മിനിറ്റിന്റെ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം കറക്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഓക്കെ. അപ്പം ഡബിൾ ഇവിടെ സെല്ലിങ് വന്നു. ആ സെല്ലിങ് വന്നതിന് ഡബിൾ വോളിയത്തിന്റെ മുകളിൽ ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തു കണ്ടോ? അങ്ങനെ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇനി എന്താണ് കാണേണ്ടത്? വീണ്ടും സെല്ലിങ് കാണണം. ശരിയല്ലേ? വീണ്ടും സെല്ലിങ് വരുന്നുണ്ടോ? സെല്ലിങ് വരുന്നത് എത്രയാണ്? ഇവിടെ ഈ വന്നിരിക്കുന്ന ക്യാൻഡിലിന്റെ ഒപ്പത്തിനൊപ്പം തന്നെ സെല്ലിങ് വരുന്നുണ്ട് അല്ലെ? ഈ ക്യാൻഡിൽ വോളിയം അതിന്റെ ഇപ്പുറം ഒരു കുഞ്ഞു വോളിയം താഴോട്ട് പിന്നെയും പ്രൈസ് വരണം. അപ്പൊ പിന്നെ അടുത്ത മൂവ്മെന്റ് നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്യണം. ആണോ? ഇനി എന്ത് സംഭവിക്കണം? ഈ വന്നിരിക്കുന്ന മൂവ്മെന്റിന്റെ ഡൗണിലേക്ക് വന്നിരിക്കുന്ന ഈ മൂവ്മെന്റിനെ കവർ ചെയ്യിക്കാൻ വേണ്ടി അതിൽ ഡബിൾ വോളിയത്തിൽ പ്രൈസ് ഇതിന് മുകളിൽ കയറും. മുകളിൽ കയറിയോ ഡബിൾ വോളിയത്തിൽ? ഇല്ല, ശരിയല്ലേ? ഡബിൾ വോളിയത്തിലും പ്രൈസ് മുകളിൽ കയറിയോ? ഈ സെല്ലിങ് വന്നതിന് ശേഷം ഈ വന്നിരിക്കുന്ന വോളിയത്തിനെക്കാട്ടിലും കൂടുതൽ ഡബിൾ വോളിയത്തിൽ പ്രൈസ് മുകളിൽ ആ കയറിയിട്ടില്ല. ഇതിപ്പോ അത് അവിടെ നിൽക്കട്ടെ, ഇത് വരുന്നതല്ലേ ഉള്ളൂ. ഇത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് കയറിക്കൊണ്ടിരിക്കല്ലേ. ഓക്കെ,
അപ്പം എന്ത് സംഭവിച്ചു? ഡബിൾ വോളിയത്തിൽ പ്രൈസ് മുകളിലേക്ക് ഇവിടെ കയറിയോ? ഇല്ല. പക്ഷേ പ്രൈസ് ക്ലോസർ ജസ്റ്റ് സ്വീപ്പ് ആണെന്ന് ഈ റെഡ് വോളിയത്തിൽ സ്വീപ്പ് ആണെന്നെങ്കിൽ മാർക്കറ്റ് അങ്ങനെ നിൽക്കുകയാണ്. മനസ്സിലായോ ഇവിടെ? അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നത് എന്താണ്? നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഈ പർട്ടിക്കുലർ റെഡ് ക്യാൻഡിലെ ഇൻക്രീസ്ഡ് വോളിയത്തിൽ നടന്നു. ദാറ്റ് മീൻസ് ഇത് ശരിക്കും സെല്ലിംഗ് ആണ് അവർ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇനി ഷോർട്ട് ചെയ്യണമെങ്കിൽ ഈ വന്നിരിക്കുന്ന റെഡ് ക്യാൻഡിലും അതിനൊപ്പം വന്നിരിക്കുന്ന റെഡ് ക്യാൻഡിലിനകത്തും ഹയസ്റ്റ് ബോഡി പോർഷൻ ഏതാണോ ആ ബോഡി പോർഷന് മുകളിൽ പ്രൈസ് എപ്പോൾ ടാപ്പ് ചെയ്യുന്നോ, ഇവിടെ എപ്പോൾ ടാപ്പ് ചെയ്യുന്നു സെല്ലിംഗ് സൈഡിലേക്ക് കൂടാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പം അയാൾ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിത് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഹ്യൂജ് സെൽ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽ ഓഫ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരിക്കലും ഷോർട്ട് ചെയ്തവരെ വെറുതെ വിടത്തില്ല. അപ്പം നേരെ മുന്നോട്ട് കയറും. മുന്നോട്ട് കയറുന്നത് ഏത് എക്സ്റ്റെൻറ്റ് വരെയാണ്? ഇവിടം വരെയാണ്. അതെ. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡിറ്റി സോൺ ആയിപ്പോയി. കണ്ടോ? മനസ്സിലായോ? ഇതിന് ലിക്വിഡിറ്റി സോണായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം നാച്ചുറലി ഇവിടെ എത്ര പ്രാവശ്യം മാർക്കറ്റ് സമയം സ്പെൻഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഹ്യൂജ് ഓർഡേഴ്സ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെൽ ഓഫിന് വേണ്ടിയിട്ട് മാർക്കറ്റ് ഇവിടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എത്രമാത്രം ഇത് ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. മേ ബി ഒരൊറ്റ സ്വീപ്പിന് ഇങ്ങനെ പോയിട്ട് താഴോട്ട് വരാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ പതുക്കെ ഇങ്ങനെ ട്രേഡ് ചെയ്തിട്ട് ഇങ്ങനെ കയറിയിട്ട് വീണ്ടും സെൽ ഓഫ് വരുവാണെന്ന് വിചാരിക്കും. സെൽ ഓഫ് വരുന്നതിന് ശേഷം ഇപ്പോൾ ഇത്രയും മൂവ്മെന്റ് ഇവിടുത്തെ കഴിഞ്ഞു. മനസ്സിലായോ? ഇവിടെ കയറി ഇങ്ങനെ സ്വീപ്പ് ചെയ്യണം. വീണ്ടും ഇതുപോലെ സെൽ ഓഫ് വരും. ആ സെൽ ഓഫ് വന്നതിന് ശേഷം എന്ത് ചെയ്യണം? ആ സെൽ ഓഫ് മിറ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് യൂസ് ഷോർട്ട്. അപ്പം ഇവിടെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ചെറുതായിട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾ ചുമ്മാ കയറി ഷോർട്ട്, മനസ്സിലായിട്ടുണ്ട്. അതാണ് നമ്മൾ ബൈ ചെയ്യുന്നവരെ കയറി ഷോർട്ട് ചെയ്യാൻ പറ്റത്തില്ല മാർക്കറ്റിൽ ഒരിക്കലും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. സാറേ ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത് ഷോർട്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് അതിന്റെ കാര്യം എന്താണ്? മാർക്കറ്റ് വിടത്തില്ല നമ്മളെ, ഒരു തരത്തിലും വിടത്തില്ല. ഒരു തരത്തിലും വിടത്തില്ല. വിടത്തില്ലാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അതാണിത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ഓഫ് വന്നോ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരിക്കും. മനസ്സിലായോ? നിങ്ങൾ ചാർട്ടിന്റെ ഏത് സൈഡിൽ പോയി എടുത്ത് നോക്കിക്കോ. സെല്ലിങ് എഴുതുന്നു കവർ ചെയ്യും, സെല്ലിങ് എഴുതുന്നു കവർ ചെയ്യും, സെല്ലിങ് എഴുതുന്നു കവർ ചെയ്യും. എന്തെല്ലാം പരിപാടിയാണ് നടക്കുന്നത് നോക്ക്. ഇന്നലെ മാത്രമാണ് എക്സെപ്ഷണൽ സംഭവം എന്ന് പറയുന്നത്. ഇറങ്ങി 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 താഴോട്ട് പോകും. എങ്കിൽ പോലും അതിന്റെ ആ കംപ്ലീറ്റ് മിറ്റിഗേറ്റ് ചെയ്ത് അങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. ശരിയല്ലേ? ദാറ്റ് മീൻസ് സെല്ല് ചെയ്താൽ മാർക്കറ്റ് വിൽ നോട്ട് ലീവ് ചെയ്യും. അപ്പം നമ്മൾ സെല്ലിങ്ങിനകത്ത് എപ്പോഴും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പം നമ്മൾ ഈ 5 മിനിറ്റിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഏറ്റവും ഹയസ്റ്റ് വോളിയം വന്നിരിക്കുന്ന ക്യാൻഡിൽ ഏതാണ്? ഈ ക്യാൻഡിലാണ് അല്ലേ? അല്ലേ? ഹലോ, ഇപ്പോഴത്തെ മാർക്കറ്റ് മൂവ്മെന്റ് എവിടെ വന്നിട്ടാണ് ഇതുണ്ടോ? എവിടെ വന്നിട്ടാണ് റിവേഴ്സ് ചെയ്ത പ്രൈസ്? കണ്ട? എന്തുകൊണ്ടാണ് ഇതിന് മുകളിൽ പോകുന്നത്? ഇപ്പോൾ ഈ പ്രൈസ് മൂവ്മെന്റ് മുകളിലോട്ട് കയറുമ്പം നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇത് സെല്ലിംഗ് സൈഡിലേക്ക്, ആക്ച്വൽ സെല്ലിംഗ് സൈഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. പക്ഷെ അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ ബൈ ചെയ്ത് കയറി വന്ന് സ്വീപ്പ് ചെയ്ത് താട്ട് വരും.
മനസ്സിലായോ? പക്ഷെ എന്നാൽ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു പോയി മാർക്കറ്റ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വറിയിങ് സിറ്റുവേഷൻ ആണ്. ഇവിടെ വെച്ച് നമുക്ക് ഷോർട്ട് ചെയ്യണം വേണ്ടേ എന്നുള്ളത്. ലിക്വിഡിറ്റി വരാത്ത ഏരിയ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഈ ഒരു ഫോൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഇത് ഈ ഒരു സെൽ ഓഫ് നമുക്ക് മാർക്കറ്റ് വന്നാക്കുന്ന ഒരു സെൽ ഓഫ് വന്നു, ഇൻക്രീസ്ഡ് ക്വാളിറ്റി സെല്ലിങ് വന്നു, എക്സെപ്ഷണൽ വോളിയം ബിൽഡപ്പ് ചെയ്തു. ആ സെൽ ഓഫ് നടന്നതിന് ശേഷം ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തോ? ടാപ്പ് ചെയ്തു. പ്രൈസ് ഈ മൊമെന്റ് ടാപ്പ് ചെയ്തു അല്ലേ? പക്ഷെ ആ വന്നിരിക്കുന്ന ഫൈൻ ഫൈൻ അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഇവിടെ സെല്ലോഫ് നടന്നിരിക്കുന്ന സെല്ലിങ്ങിനെക്കാട്ടിലും കൂടുതൽ ബൈങ് മൊമെന്റത്തിൽ കവർ ചെയ്തിട്ടോ മാർക്കറ്റ് ഇല്ല. സ്വീപ്പ് നടക്കുന്നുണ്ട്. ഇതിന് മുകളിൽ പ്രൈസ് അടുത്ത് വന്നതിന് ശേഷം പിന്നെ സ്വീപ്പ് നടക്കുന്നുണ്ട്, പക്ഷെ വോളിയം കൂടുന്നില്ല. ശരിയല്ലേ? സോ ഈ സെല്ലിങ് നടന്നതിന് ശേഷം ഉള്ള കവറിങ് മെക്കാനിസം എന്ന് പറയുന്നത് മാർക്കറ്റ് കവർ ചെയ്യിപ്പിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിങ് നടത്തിയതിനേക്കാളും ഡബിൾ ക്വാണ്ടിറ്റിയിൽ പൈസ മുകളിലേക്ക് പോയി അതിന് മുകളിൽ പോയി ടാപ്പ് ചെയ്ത് കുറച്ച് നേരം പ്രൈസ് എക്സ്ചേഞ്ച് ചെയ്ത് നിന്നതിന് ശേഷമായിരിക്കും കവർ ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയാം. കിട്ടിയോ? അപ്പൊ ആദ്യത്തെ സെല്ലിങ് നമുക്ക് ഇവിടെ കാണിച്ചു തരണം. ലിക്വിഡിറ്റി ഏരിയ സ്വീപ്പ് ചെയ്യുന്നു, സെല്ലിങ് നടക്കുന്നു. നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് രണ്ടാമത് വീണ്ടും സെൽ ഓഫിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഹ്യൂജ് ക്വാണ്ടിറ്റി, ഈക്വൽ ക്വാണ്ടിറ്റി, ഇതിനൊപ്പം തന്നെ ക്വാണ്ടിറ്റി വരുന്നുണ്ട്. ഞാനിത് 5 മിനിറ്റ് കാണിക്കുന്നേ ഓക്കെ. ഈക്വൽ ക്വാണ്ടിറ്റി ഇതിനൊപ്പം തന്നെ വരുന്നുണ്ട് സെൽ ഓഫ്. സോ ഈ സെൽ ഓഫ് ക്യാൻഡിലേല് അടുത്ത മാർക്കറ്റ് കവർ ചെയ്യിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ബോഡി പോർഷൻ ഇതുണ്ട്, ഈ ക്യാൻഡിലിന്റെ ബോഡി പോർഷനിൽ മാർക്കറ്റ് തിരിച്ച് കയറി വന്ന് ഇവിടെ വന്ന് ടാപ്പ് ചെയ്യുമ്പോഴായിരിക്കണം ഷോർട്ട് ചെയ്യുന്നതെന്ന് പറയും. കിട്ടിയോ? ഇങ്ങനെ മനസ്സിലായോ? അവിടെ വന്ന വെച്ചുകൊണ്ടുള്ളതല്ല, പ്രൈസ് സ്കീമാറ്റിക്സ് മനസ്സിലാക്കുക വെച്ചിട്ട് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ലോജിക്കാണ്. ഇവിടെ ഇല്ലല്ലോ, നമുക്ക് റെക്കോർഡിംഗ് ബട്ടൺ വർക്ക് ആവുന്നില്ല. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ നമ്മൾ നോക്കുന്നത് സെല്ലിങ് ഡബിൾ ക്വാണ്ടിറ്റി വരുമ്പോൾ അത് മിറ്റിഗേഷൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോഴാണ് നമ്മൾ സെല്ലിങ് സൈഡിലേക്ക് എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി ഇത് സ്വീപ്പ് ചെയ്യുന്നതല്ല. ഞാൻ പറഞ്ഞേ, ഇങ്ങനെ കൺസെഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് മാർക്കറ്റ് വിടത്തില്ല, വീണ്ടും അതിന് മുകളിൽ കയറി പ്രൈസ് പല ആക്ടിവിറ്റിയും കാണിക്കും. പിടികിട്ടിയ? കൺസെഷൻ വന്നാൽ വിടത്തില്ല മാർക്കറ്റ്. ഇതിന് മുകളിൽ ഒത്തിരി ലിക്വിഡിറ്റി ഉണ്ട്, അത് ക്ലിയർ ചെയ്തിട്ടേ മാർക്കറ്റ് പോകുള്ളൂ. സോ ഇനി എന്താണ് സംഭവിക്കേണ്ടത്? നമുക്ക് ഷോർട്ട് സൈഡിലേക്ക്, സെല്ലിംഗ് സൈഡിലേക്ക് വരണമെങ്കിൽ വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. എന്ത് സംഭവിക്കണം? ഈ മൂവ്മെന്റ് വിത്ത് ഇൻക്രീസ്ഡ് വോളിയം കവർ ചെയ്യിപ്പിച്ചു ഇവിടെ, പക്ഷെ ലിക്വിഡിറ്റി എടുത്തോ? ഇല്ല. ലിക്വിഡിറ്റി എടുത്തോണ്ടിരിക്കുന്ന ഭാഗമാണ് ഇത്. ഇനി സമയം എത്രയുണ്ട്? 2:14. ഓക്കെ, ഇനി വലിയ കുഴപ്പമില്ല. സെല്ലിംഗ് സൈഡിലേക്ക് വരാനാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഞാൻ പറഞ്ഞ രീതിയിൽ എന്ത് സംഭവിക്കണം? ഇത് ലിക്വിഡിറ്റി എടുത്തു, ഇതിന് ശേഷം എന്ത് ചെയ്യണം? സെല്ലോ വരണ്ടേ? ഓൾറൈറ്റ്, ഇവിടെ ഇതുണ്ടോ? 10 മിനിറ്റ് കൂടെ ഉള്ളൂ, ഇപ്പൊ കട്ടാവും. സെൽ ഓഫ് വരണം ഇതുപോലെ, മനസ്സിലായ? ഇൻക്രീസ്ഡ് വോളിയത്തിൽ സെൽ ഓഫ് വരണം. ഇതുപോലെ ഈ ഒരു വോളിയത്തിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള വോളിയത്തിൽ സെൽ ഓഫ് ഇതുപോലെ പ്രൈസ് ഇവിടെ നിന്ന് താഴോട്ട് വരണം. വരുമല്ലോ? വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തല്ലോ. ആ ക്യാൻഡിലിന്റെ ബോഡി പോർഷനിൽ
എന്ത് ചെയ്യണം? മിറ്റിഗേറ്റ് ചെയ്യുമ്പം വി വിൽ ഷോർട്ട് ഇങ്ങനെ. അപ്പോൾ ഇത് ഇവിടെയാണ് അതിന്റെ ബോഡി പോർഷൻ സെൽ ഓഫ് വരുന്നതനുസരിച്ച് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഷോർട്ട് ചെയ്യണം. ഇവിടെ ഇതിന് താഴെ കൊണ്ടുപോകണം. പിന്നെ അടുത്തത് പേടിയാ. അപ്പൊ ഇവിടെ ഇങ്ങനെ റേഞ്ചസ്, കൺസോൾട്ടേഷൻ ഇങ്ങനത്തെ സംഭവങ്ങൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അന്നേരം ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകും. അപ്പൊ ഞാനിവിടെ കയറി ഈ മിറ്റിഗേഷനിൽ കയറി ഷോർട്ട് അടിച്ചു, കുറേ നേരം നോക്കിയിരുന്നു, എന്നിട്ട് ഒരു രക്ഷയില്ല, മാർക്കറ്റ് പ്രീമിയം ആയിട്ട് കൂടുന്നുമില്ല. പിന്നെ ഞാൻ എക്സിറ്റ് ചെയ്തേച്ചു. ഇപ്പം മാറി, അതുകൊണ്ട് നന്നായില്ലേ, ലോസ് ബുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതാണ്ട് പോകുന്നു, മുകളിലോട്ട് പോകുന്നു. ഞാൻ പർട്ടിക്കുലർ സെല്ലിങ് ക്യാൻഡിഡേറ്റിന്റെ മുകളിൽ ഡബിൾ ക്വാണ്ടിറ്റിയിൽ ഈ ബൈങ് വന്നു കഴിഞ്ഞു. കണ്ടോ ഇവിടെ ആ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാം. എന്ത് സംഭവിക്കണം? ഇനി ഒരു സെല്ലിങ് വരണം അല്ലേ? ഇനി സെല്ലിങ് വരണം. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. മനസ്സിലായി? ഇനി സെല്ലിങ് വന്നാൽ രക്ഷപ്പെട്ടു. സെല്ലിങ് വന്നില്ലെങ്കിൽ പിന്നെയും കയറി പോയിക്കൊണ്ടിരിക്കും അല്ലേ? പോയിക്കൊണ്ടിരിക്കുക അത് തന്നെ. ആ ഇപ്പം ഇവിടെ നിന്ന് ഇവിടെ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതാണ്ട് പെട്ടെന്ന് ഒരു സെല്ലിങ് വരുന്നത് വിചാരിച്ച് ഇങ്ങനെ. ഇത് വന്നാൽ മാത്രം പോരാ, ഇവിടെ എന്ത് കാണണം നമ്മൾ? ഈ വന്നിരിക്കുന്ന സെല്ലിംഗ് ഇല്ലേ, ഇതല്ല, ഇതിനോട് അപ്രോക്സിമേറ്റ്ലി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു വോളിയം ഇവിടെ ഡെവലപ്പ് ചെയ്യണം. മനസ്സിലായോ? പിന്നെ നമ്മൾ 5 മിനിറ്റിന്റെ 1 മിനിറ്റിന്റെ ചിന്തിക്കാതെ നിങ്ങൾ ആദ്യം നമ്മൾ എങ്ങനെയാണത് സോൾവ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. മനസ്സിലായോ? ടൈം ഫ്രെയിം ആപേക്ഷികമാണ്. 1 മിനിറ്റിൽ ചെയ്യാം, 5 മിനിറ്റ് ചെയ്യാം, 10 മിനിറ്റ്. ലോങ് ടാർഗറ്റിന് നമ്മൾ 5 മിനിറ്റ് മിനിമം ഇത് നോക്കിയിട്ടോ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ സെല്ലിങ് വരുവാണെന്ന് വിചാരിക്കുക. സെല്ലിങ് വരുമ്പോഴത്തേനും എന്ത് സംഭവിക്കുന്നത്? ഇവിടെ സെല്ലിങ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യും. ശരിയല്ലേ? ഇങ്ങനെ വന്നു. അപ്പം മേ ബി അതിനൊരു വീക്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇങ്ങനെ വിക്സ് ക്രിയേറ്റ് ചെയ്ത് വിക്സ് മുകളിലോട്ട് പോയിട്ടാ വന്നാന്ന് വിചാരിച്ചോ. അപ്പൊ ഇവിടെ സെല്ലിങ് വന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെല്ലിങ് വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് നമ്മൾ ഷോർട്ട് അടിക്കുന്നത് ഇതിന് മുകളിലെ പ്രൈസ് വീണ്ടും റിവേഴ്സിൽ കയറി ഇവിടെ വന്നു കഴിയുമ്പോൾ മാത്രമേ ഷോർട്ട് ചെയ്യാവുള്ളൂ. എന്നിട്ട് ഇവിടെ ഈ ബോഡി പോർഷൻ തൊട്ട് താഴെ ഇവിടെയായിട്ട് നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മൾ സെല്ലിങ് കണ്ടതിന് ശേഷം മാത്രം ഡിസൈഡ് ചെയ്താൽ മതി വേണോ വേണ്ടേ എന്നുള്ളത്. മനസ്സിലായി സാറേ. കാണാൻ സെല്ലിങ് ഇൻക്രീസ് ക്വാളിറ്റി സെല്ലിങ് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ലീവ് ഇറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലോങ് ടാർഗറ്റിലേക്ക് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് 2-3 രീതിയിൽ നമുക്ക് ഫിബ് റേഞ്ച് നോക്കാൻ പറ്റും. ഒന്ന്, ഫസ്റ്റ് എന്ന് പറഞ്ഞ ഇമ്മീഡിയറ്റ് ടാർഗറ്റിലെ അൺമിറ്റിഗേറ്റഡ് മൂവിന്റെ അവിടെ തൊട്ട് ഇവിടം വരെ നമ്മൾ നോക്കുക. ഇത് അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് ലോവസ്റ്റ് വോളിയം, ഇവിടം വരെ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, റൈറ്റ്. രണ്ടാമത്, ഇതിൻ്റെ ആവറേജ് പ്രൈസിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. രണ്ടാമത്, ഈ ഏറ്റവും കൂടുതൽ സെല്ലിങ് ഈ 2 ദിവസത്തെ ഡേറ്റ വെച്ച് നോക്കുമ്പോൾ സെല്ലിങ് നടക്കുന്നത് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ മൂവ്മെന്റിൽ കംപ്ലീറ്റ് ഏറ്റവും കൂടുതൽ സെല്ലിങ് നടന്നാക്കുന്ന മൂവ്മെന്റിൽ ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ലോവസ്റ്റ് വോളിയം നടന്നിരിക്കുന്ന എവിടെയാണ്? അതായത് നമ്മുടെ ഇതിനടുത്തായിട്ട് ഇതിന്റെ ഈ POC ലൈനല്ലേ, POC ലൈനിന്റെ ഇൻ ബിറ്റ്വീൻ ഇതിനും താഴെയായിട്ട് ഇടയ്ക്കുള്ള ലോവസ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഇത് എന്താ
കണ്ടോ? ഉം. ഇവിടെ ഇൻക്രീസ് വോളിയം വരുന്നുണ്ടല്ലോ. അപ്പോൾ ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും വോളിയം കുറവാണ്. ഇവിടെ ഓൾറെഡി നമുക്ക് ആ ടാർഗറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ആണ് ഏറ്റവും കുറവ് വോളിയം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു കീ ലെവലാണ്. കിട്ടിയോ? അത് ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ 2 ലെവൽ ഇവിടെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണായിട്ട് നമുക്ക് കിട്ടി. ഇനി നമുക്ക് സെല്ലിങ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സെല്ലിങ് കാണണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സെല്ലിംഗ് വോളിയത്തിന്റെ അത്രയും തന്നെയുള്ള സെല്ലിംഗ് ആ അത്ര വോളിയത്തിൽ വരണം സെല്ലിങ് വരണം. വോളിയത്തിൽ സെല്ലിങ് വരണം. സെല്ലിങ് വന്നതിന് ശേഷം അത് കവർ ചെയ്തുകൊണ്ടുള്ള ഡബിൾ വോളിയത്തിൽ മുകളിലേക്ക് പ്രൈസ് കയറുന്നു. കയറുന്ന കയറ്റത്തിന് മാത്രമേ നമ്മൾ 1 മിനിറ്റിന്റെ സ്ട്രക്ചറിലാണെങ്കിൽ ഷോർട്ട് പൊസിഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിൾ ടാർഗറ്റിലേക്ക് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഈ സെല്ലിങ് വന്നു, അത്ര വോളിയത്തിലാണോ ഇത് കയറിയേക്കുന്നത്? അല്ല അല്ലേ? ഇത് പക്ഷെ ഇത് നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചൊരു ഈ ലെവലാണെന്ന് വിചാരിച്ചു. ഇതിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത്. സോ സെല്ലിങ് വരുന്നുണ്ട്. സെല്ലിങ് ഇൻക്രീസ് വോളിയം വന്നിരിക്കുന്ന ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. എനിക്ക് ഷോർട്ട് ഇനി ചെയ്യണമെങ്കിൽ ഞാൻ ഈ ക്യാൻഡിലിന്റെ ബോഡി പോർഷന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഷോർട്ട് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? കിട്ടിയോ? നമ്മൾ ഷോർട്ട് അടിക്കാൻ പോകുമ്പോൾ ചുമ്മാ കയറി ഷോർട്ട് ചെയ്യരുത്. ബൈങ് വരുന്നു കണ്ടു, ഓക്കെ, വെരി ഗുഡ്. ഇൻക്രീസ്ഡ് വോളിയത്തിൽ സെല്ലിങ് വരണം. സെല്ലിങ് ഇവിടെ ഏകദേശം ഒരു ചെറിയൊരു വോളിയത്തിന് ഇൻക്രീസ്ഡ് വോളിയത്തിൽ വന്നിരിക്കുന്ന ആ പർട്ടിക്കുലർ ക്യാൻഡിലിന്റെ ബോഡി പോർഷന് മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്യുമ്പോൾ മാത്രമേ ഷോർട്ട് ചെയ്യാവൂ. ഷോർട്ട് അടിക്കണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? മൈനർ ലെവലിൽ നോക്കുമ്പോൾ അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഇങ്ങനെ നോക്ക്, നമ്മൾ ചുമ്മാ കയറി ഷോർട്ട് അടിക്കുന്നതിന് വരെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ഷോർട്ട് ചെയ്യാം. അങ്ങനെ ഷോർട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ നോക്കേണ്ടത് FRVPക്കകത്ത് നമുക്കിവിടെ എന്തെങ്കിലും വോളിയത്തിന്റെ കൺഫർമേഷൻ എവിടെയെങ്കിലും ഏറ്റവും ലോവസ്റ്റ് വോളിയം ട്രേഡ് ചെയ്താക്കുന്ന ഏരിയ ഏതാണെന്ന് നോക്കുക. ഇവിടെ സംബന്ധിച്ച് ഒട്ടും നടക്കാത്ത ഏരിയ എന്ന് പറയുന്നത് ഇവിടെ 154 ഉള്ളൂ, കാണാം 100 ഇതിന് താഴെയാണ്. അപ്പോൾ ഇവിടം വരെ ഏകദേശം നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെന്ന് കൂട്ടാം. ഓക്കെ, ഇവിടം വരെ. അപ്പോൾ ഇവിടെ ടാർഗറ്റ് ഉണ്ടെങ്കിൽ ഏകദേശമാണ്. പക്ഷേ തീർത്തും വോളിയം നടക്കാത്ത ഏരിയ ഈ ചാർട്ടിൽ ഒരിടവും ഇല്ല. മനസ്സിലായോ? തിക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്ത് പോയിരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇവിടെ വീണ്ടും സെല്ലിങ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്യിപ്പിക്കും മാർക്കറ്റ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ശരിക്കും വോളിയം ഇൻക്രീസ് ചെയ്ത് വോളിയം ട്രേഡ് ചെയ്ത് തന്നെയാണ് കയറിപ്പോയിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഷോർട്ടിംഗ് റേഞ്ച് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പിടികിട്ടിയോ? ഷോർട്ട് അടിക്കുമ്പോൾ നമ്മൾ വളരെ വളരെ കെയർഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ടാർഗറ്റ് നോക്കണം. FRVP വെച്ചിട്ട് അവിടെ വച്ചിരിക്കുന്ന ലോ വോളിയം നടന്നിരിക്കുന്ന ഏരിയ ഏതാണെന്ന് നോക്കണം. അങ്ങനെ കൃത്യം എല്ലാം നമ്മൾ നോക്കി ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ധൃതി പിടിക്കരുത്. നമുക്ക് ഇതിന്റെ ഷോർട്ടിംഗ് സൈഡ് ഇതിന് മുകളിലാണെന്ന് നമ്മൾ ഏകദേശം കണ്ടുപിടിച്ചു. സോ ആ മീൻ ടൈം നമുക്ക് FRVP വെച്ചിട്ട് നോക്കാം. എന്തെങ്കിലും ഉണ്ടോ, വോളിയം ട്രേഡ് ചെയ്യാത്ത ഏരിയ ഉണ്ടോ, പ്രൈസ് അങ്ങോട്ട് വരാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഇത് വരുമ്പോൾ ഇതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ അതിനെ പിടിക്കും. മനസ്സിലായി? ഇപ്പോൾ കണ്ടോ വീണ്ടും സെല്ലിങ് വന്നു. ആ സെല്ലിങ്ങിന് മുകളിൽ പ്രൈസ് പോകും. കോംപ്ലിക്കേറ്റഡ് അല്ല, ബേസിക് പാർട്ട് ഓഫ് ദ ലെസൺ. എനിവേ നമുക്ക് നോക്കാം. ഇപ്പം മീറ്റിംഗ് എൻഡ് ചെയ്യും.